ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. മറ്റന്നാൾ മോള് പോകുന്ന അവർക്കൊപ്പം. അടുക്കളയിൽ മഹാലക്ഷ്മിയെ ജോലിയിൽ സഹായിക്കുകയായിരുന്നു ദയ. പെട്ടെന്നുള്ള അവരുടെ ചോദ്യം ഒരു വേള അവളെ നിശ്ചലമാക്കി. ഈ വീടും പരിസരവും വിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല താൻ. ഈ വീടിനപ്പുറം മറ്റൊരു ലോകമുണ്ടോ എന്ന് പോലും അറിയില്ല. ഞാൻ എങ്ങനെയാണ്? അവൾ മഹാലക്ഷ്മിയെ നോക്കി നിഷേധത്തോടെ തലയാട്ടി. ഗോപു പോയാലും മോൾ ഇവിടെ ഒറ്റയ്ക്കാകില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. മഹാലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു. ഗോപിക പോകുന്നത് വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പോകരുതെന്ന് പറയാൻ പറ്റുമോ? ചിന്തയോടെ അവൾ സാരമില്ലെന്ന് പറഞ്ഞ് തൻ്റെ ജോലികളിൽ മുഴുകി. ദയേ! അടുക്കള മുറ്റത്തു നിന്നും ആരോ തൻ്റെ പേര് ചൊല്ലി വിളിച്ചത് കേൾക്കെ ദയയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഇത്ര സൗമ്യമായി ഇതാരാണ്? ചിന്തയോടെ മഹാലക്ഷ്മിയെ നോക്കിയപ്പോൾ അവരുടെ മുഖത്തും അതേ സംശയഭാവം. നനഞ്ഞ കൈകൾ തൻ്റെ സാരിത്തുമ്പിൽ അമർത്തി തുടച്ചവൾ പുറത്തേക്കിറങ്ങി നോക്കി. സുരഭി ചേച്ചി. ദയയുടെ ചുണ്ടുകൾ നേർമയായി മൊഴിഞ്ഞു. ഇപ്പം ഇവിടെയാണല്ലേ നിൻ്റെ ജോലി? അവർ പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ ദയ മടിയോടെ തല ഉലുക്കി. ആരാ മോളെ? ദയയ്ക്ക് പിന്നിലായി നിന്ന് മഹാലക്ഷ്മി ചോദിച്ചു. ഞാനിവിടെ അടുത്തുള്ളയാ. തറവാട്ടിലേക്ക് സ്ഥിരമായി പാല് വാങ്ങാൻ വരാറ് ഇവളാണേ. കുറച്ച് ദിവസമായി ആളെ കാണാണ്ടായപ്പോൾ അമ്മ പറഞ്ഞയച്ചാ എന്നെ. ഇവൾക്കെന്തെങ്കിലും സുഖല്യായ ഉണ്ടോയെന്നറിയാനേ. അവരുടെ വാക്കുകൾ ശ്രവിക്കെ ദയയ്ക്ക് സന്തോഷം തോന്നി. വർഷങ്ങളായി ഇവർക്കടുക്കൽ നിന്നാണ് പാലും നെയ്യും എണ്ണയും ഒക്കെ വാങ്ങാറ്. പക്ഷെ അവിടെയുള്ള ആരോടും ഇതുവരെ മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ആദ്യകാലങ്ങളിൽ അവിടുത്തെ അമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. താൻ നല്ല രീതിയിൽ മറുപടി പറയാത്തത് കൊണ്ടാവണം പിന്നീട് അവർ വലുതായൊന്നും തന്നോട് മിണ്ടാറില്ലായിരുന്നു. ഒരു സംഭാഷണത്തിന് തുടക്കം കുറിക്കാൻ താനും ഒരിക്കലും മുതിർന്നിട്ടില്ല. എന്നിട്ടും കുറച്ച് ദിവസം തന്നെ കാണാതായപ്പോൾ അവർ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഞാൻ തറവാട്ടിൽ ചെന്നപ്പോൾ സാവിത്രി ചേച്ചിയാ പറഞ്ഞ് നിങ്ങൾ ഇവളെ ഇവിടുത്തെ വീട്ടുജോലിക്ക് നിർത്തിയെന്ന്. അത്ര നേരം പുഞ്ചിരിയോടെ കേട്ടുനിന്ന മഹാലക്ഷ്മിയുടെ മുഖം പെട്ടെന്ന് മങ്ങി. കുഞ്ഞുമോളെ കുട്ടിയില്ലേ? അവർ മറുപടി പറയാൻ ഒരുങ്ങും മുമ്പേ വിഷയം മാറ്റാനെന്നോണം ദയ ചാടിക്കയറി ചോദിച്ചു. സുരഭിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിരിഞ്ഞു. ഇത്രയും വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ദയയുടെ നാവിൽ നിന്നും വ്യക്തമായ വാക്കുകൾ അവർക്ക് കേൾക്കാൻ സാധിച്ചത്. അല്ലാത്ത പക്ഷം എന്തു ചോദിച്ചാലും ഉത്തരമായി അവൾ മൂളുകയോ തലയനക്കുകയോ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. മോള് അവിടെ തറവാട്ടിലുണ്ട്, രവിയേട്ടൻ്റെ കൂടെ. ഞാൻ നിന്നെയൊന്ന് കാണാലോ എന്ന് നനച്ച് പോന്നത് അങ്ങോട്ട്. വല്യമ്മാമയുടെ? മുറുകിയ ഹൃദയതാളത്തോടെ ദയ ചോദിച്ചു. അവളുടെ ശബ്ദം പോലും വിറച്ചു പോയിരുന്നു. സുരഭി അതേ എന്ന് തലയനക്കിയതും മറ്റൊന്നും ചിന്തിക്കാതെ ദയ തറവാട്ടിലേക്ക് പാഞ്ഞു. പുറകിൽ നിന്ന് മഹാലക്ഷ്മിയും സുരഭിയും മാറി മാറി വിളിച്ചിട്ടും അവൾ ചെവിക്കൊണ്ടില്ല. തറവാട്ടിലേക്കുള്ള ഉമ്മറപ്പടികൾ ഓടിക്കയറി വരുന്ന ദയയെ സ്വാതി പുച്ഛത്തോടെ നോക്കി. എങ്ങോട്ട് തിരികെ പോന്നേ? അവിടെ ഉള്ളവർക്ക് മടുത്തോ നിന്നെ? അതോ നിനക്ക് മടുത്തോ അവരെ? വാക്കുകളിൽ ദ്വയാർത്ഥം കലർത്തി ചോദ്യങ്ങൾ ചെയ്ത് സ്വാതി ദയയ്ക്ക് മുന്നിൽ തടസ്സമായി നിന്നു. പക്ഷേ സ്വാതിയുടെ വാക്കുകളോ അതിൽ നിറഞ്ഞിരുന്ന പരിഹാസമോ ഒന്നും ദയ അറിയുകയുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞുമകൾ ആ നീചനരികിൽ പെട്ടിരിക്കുന്നു. അവൾ തന്നെ പോലെ ആയിരിക്കും. വെറും 6 വയസ്സ് മാത്രം പ്രായം. ഒന്നും അറിയാതെ, ഒന്നും മനസ്സിലാകാതെ, അയാളുടെ കള്ളനാട്യത്തിൻ്റെ പൊരുളറിയാതെ ഉഴറുന്നുണ്ടാകും. അയാൾ അവളെ സ്പർശിക്കുകയും തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതിൽ സ്നേഹം കുത്തി നിറച്ച് വാത്സല്യത്തിൻ്റെ മേൻപൊടി തൂകി ആ കുഞ്ഞിനെ അയാൾ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാകും. ഓർക്കവേ ദയയ്ക്ക് തൻ്റെ സർവ്വനാഡി ഞരമ്പുകളും തളർന്നു പോകുന്ന പോലെ തോന്നി. പക്ഷേ ഇനി ഒരിക്കലും അയാളിലൂടെ ദയയെപ്പോലെ അബലയായൊരു പെൺകുട്ടി ഉണ്ടായിക്കൂടാ. ജീവിതമില്ലാതെ, മോഹങ്ങളില്ലാതെ, നിറസ്വപ്നങ്ങളില്ലാതെ, വ്യക്തിത്വമില്ലാതെ ഇനിയൊരു പെൺകുട്ടിയും ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടരുത്. ദയയുടെ ശ്വാസഗതി വേഗത്തിലായി. രൂക്ഷമാർന്ന കണ്ണുകളോടെ അവൾ സ്വാതിയെ നോക്കി. മാറ്! ദയയുടെ സ്വരത്തിലെ കടുപ്പം തിരിച്ചറിയവേ സ്വാതിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഇത്രയും കാലം തൻ്റെ കാൽച്ചുവട്ടിൽ കഴിഞ്ഞവൾ ഇന്ന് തനിക്ക് നേർക്കുനേർ നിന്ന് ആജ്ഞാപിക്കുന്നുവോ? അവളിൽ കോപം ജ്വലിച്ചു. ചുവടുകൾ ഒരിക്കൽ കൂടി നിലത്തുറപ്പിച്ച് സ്വാതി ദയയെ നോക്കി പുച്ഛിച്ചു. ദയയ്ക്ക് ദേഷ്യം വരികയുണ്ടായി. എനിക്കറിയാം നീയും അയാൾക്കൊപ്പാണെന്ന്. ദന്തങ്ങൾ ഞെരിച്ചുടച്ച് സ്വാതിയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞ് ദയ അവളെ ഒരു വശത്തേക്ക് ആഞ്ഞു തള്ളി. ദയയുടെ അത്തരമൊരു നീക്കം സ്വാതി പ്രതീക്ഷിക്കാത്തതിനാൽ അവൾ നിലതെറ്റി തറയിലേക്ക് വീണു. നെറ്റി പൊട്ടി ചോര ചിന്തി.
വീണ് കിടക്കുന്ന സ്വാതിയെ വകവയ്ക്കാതെ അവൾ അകത്തളത്തിലേക്ക് പാഞ്ഞു. ഇടനാഴിയിലെ ഏറ്റവും അറ്റത്ത് കോണിക്കൂടിൻ്റെ മറ പറ്റി ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന ആ മുറിയിലേക്ക് ദയയുടെ മിഴികൾ നീണ്ടു. ഉണക്കം പറ്റാത്ത പഴുപ്പു നിറഞ്ഞ ആഴമുള്ള മുറിവുകളിലേക്ക് കണ്ണീരിൻ്റെ ഉപ്പുരസം പേറുന്ന ഓർമ്മകൾ കഠാര കണക്കി കുത്തി തുളച്ചു കയറുന്ന പോൽ അസഹ്യമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൾക്ക്. ആ മുറിവുകളിൽ നിന്നും രക്തവും ചലവും പടരുന്നു. സമനില നഷ്ടപ്പെട്ടവളെ പോലെ ഓടിച്ചെന്ന ആ മുറിവാതിൽ ആഞ്ഞു തള്ളി തുറന്നു ദയ. മെത്തയിൽ രവീന്ദ്രൻ ഇരിക്കുന്നു. അയാളുടെ വലത് കൈത്തലം മുന്നിലുള്ള കുഞ്ഞിൻ്റെ ചുമലിലാണ്. അയാൾ കൈവച്ച ചുമലിലെ വെള്ള കമ്മീസ് കൈ താഴ്ന്നു കിടക്കുന്നത് കണ്ട് ദയയുടെ കണ്ണുകൾ തുറിച്ചു. 5 വയസ്സിലെ തൻ്റെ ചിത്രം കണ്ണാടിയിൽ പ്രതിബിംബമായി തെളിഞ്ഞതുപോലെ തോന്നി അവൾക്ക്. പതിയെ യാഥാർത്ഥ്യത്തിൽ നിന്നും ഭൂതകാല സ്മരണകളിലേക്ക് അവളുടെ ബുദ്ധിയും ഹൃദയവും ചേക്കേറി. തനിക്ക് മുന്നിൽ മറ്റൊരു ദയ. യാദൃശ്ചികമായ ദയയെ അവിടെ കണ്ടപ്പോൾ രവീന്ദ്രൻ പതറി. അയാളുടെ കണ്ണുകൾ അവൾക്ക് പിന്നിലേക്ക് വ്യഗ്രതയോടെ പാഞ്ഞു. ആരുമില്ലെന്ന് കണ്ടതും കണ്ണുകൾ വന്യമായി തിളങ്ങി. ഇത്രനാളും കയ്യിൽ നിന്ന് വഴുതിപ്പോയ വേട്ടമൃഗം വീണ്ടും തൻ്റെ കൂട്ടിലകപ്പെട്ടതിൻ്റെ ആഹ്ലാദം ഇനി വിട്ട് കളയില്ലെന്ന് അയാൾ മനസ്സാലെ ഉറപ്പിച്ചു. ഇതാര്? വല്യമാമയുടെ ദച്ചൂട്ടിയോ? ദയ അയാളെ രൂക്ഷമായി നോക്കി. പിന്നീട് ഓടിച്ചെന്ന് അയാൾക്ക് മുന്നിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് സാരിത്തലപ്പ് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. നിനക്കിനിയും മതിയായില്ല അല്ലടാ നായേ. ദയയുടെ വാക്കുകൾ രവീന്ദ്രനെ അരിശം കൊള്ളിച്ചു. ദയയ്ക്ക് മറുപടി നൽകാതെ അയാൾ ധൃതിയിൽ ചെന്ന് വാതിലടച്ച് കൊളുത്തിട്ട ശേഷം അവൾക്ക് നേരെ പിന്തിരിഞ്ഞു. എന്താടി, ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് കടന്നപ്പോഴേക്കും നിന്റെ നാക്കിനൊക്കെ നീളം കൂടിയോ? ദയയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു പറിച്ചു മാറ്റി നിർത്തി രവീന്ദ്രൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ജനാലരികിലേക്ക് തള്ളി നീക്കി. അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് രവീന്ദ്രൻ്റെ കൈകൾ തട്ടിമാറ്റി കിതപ്പോടെ അയാളെ നോക്കി. അവളുടെ നോട്ടം കണ്ട അയാൾ കുടിലതയോടെ ചിരിച്ചു. നീ വന്ന സമയം കൊള്ളാം. കാത്തിരിക്കായിരുന്നു ഞാൻ പലതിനും. ഓർമ്മയുണ്ടോ ഇതുപോലൊരു ദിവസം? കാര്യമേതും അറിയാതെ ഇരുവരെയും നോക്കി നിൽക്കുന്ന കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി അയാൾ ചോദിച്ചപ്പോൾ ദയയ്ക്ക് ശ്വാസം മുട്ടി. മേലാകെ എന്തൊക്കെയോ ജീവികൾ അരിക്കുന്ന പോലെ, ചെവികൾക്ക് ചുറ്റും വല്ലാത്തൊരു മൂളക്കം മുഴങ്ങുന്നത് പോലെ. മനസ്സ് കൈപ്പിടിയിൽ നിന്നും അകന്നു പോകുന്നു. ചുറ്റും ഇടിവെട്ടി മഴ പെയ്യുന്നൊരു ദിവസം അവൾ ഓർത്തു. കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന സ്വർണ്ണ നിറത്തിൻ്റെ മുടിയിഴകളിലുള്ളൊരു പാവക്കുഞ്ഞ്. കണ്ണിന് മുന്നിൽ പലതും മിന്നിമറിയവേ അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. കണ്ണുകൾ ഇറുകെ അടച്ചവൾ ചുറ്റിലും കാതോർത്തു. മഴ പെയ്യുന്നുണ്ടോ? ചിന്തയോടെ നിൽക്കുമ്പോഴാണ് ചുമലിൽ രവീന്ദ്രൻ്റെ കൈത്തലം അമർന്നത്. അവൾ അയാളെ തുറച്ചു നോക്കി. അല്ലെങ്കിൽ വേണ്ട, അലസമായി പറഞ്ഞയാൾ തനിക്ക് പിന്നിലുള്ള കുഞ്ഞിനെ കൈമാടി വിളിച്ചു. പൊന്നുമോള് വന്നേ. തേൻ പുരണ്ട വാക്കുകളിൽ മയങ്ങിയ ആ കുഞ്ഞ് അയാൾക്കരികിലേക്ക് അടുത്തു. രവീന്ദ്രൻ കുഞ്ഞിനരികിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ മുടിയിഴകളെ തഴുകിയൊതുക്കി. തൊട്ടടുത്ത നിമിഷം ദയ ആ കുഞ്ഞിനെ വലിച്ച് അവൾക്കരികിലേക്ക് നിർത്തി പിന്നീട് അയാളുടെ ചുമലിൽ ആഞ്ഞു ചവിട്ടി. രവീന്ദ്രൻ കമിഴ്ന്നടിച്ചു വീണു. ആ കാഴ്ച ദയയെ പുളകം കൊള്ളിച്ചു. വർഷങ്ങളായുള്ള പക അവളിൽ അഗ്നിയായ ആളവെ കണ്ണുകൾ സംഭ്രാന്തിയോടെ ചുറ്റിലും എന്തിനോ തേടി. പിന്നീട് അതേ വ്യഗ്രതയോടെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന രവീന്ദ്രനരികിലേക്ക് കുനിഞ്ഞിരുന്ന് അയാളുടെ അരയിൽ കൈകൾ കൊണ്ട് പരതി. വീണ വീഴ്ചയിൽ നിന്നും നിവർന്നെഴുന്നേൽക്കാൻ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായി. പ്രായം അയാളെ തളർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം ദയയുടെ അത്തരമൊരു സമീപനവും അയാളെ വിസ്മയിപ്പിച്ചു. രവീന്ദ്രൻ അരയിൽ നിന്നും കയ്യിൽ തടഞ്ഞ കത്തി വലിച്ചെടുക്കവേ ദയയുടെ കണ്ണുകൾ ക്രൂരമായി മിന്നി. ഒരു നിമിഷം രവീന്ദ്രൻ ഭയപ്പെട്ടു. എഴുന്നേൽക്കാൻ ശ്രമിക്കവേ ദയ ചാടി എഴുന്നേറ്റ് തൻ്റെ വലത് കാൽ രവീന്ദ്രൻ്റെ നെഞ്ചിൽ അമർത്തിവെച്ചു. രവീന്ദ്രൻ്റെ കണ്ണുകൾ ഭീതിയോടെ ദയയെയും അവളുടെ കയ്യിലെ കൂർത്ത അഗ്രമുള്ള കത്തിയെയും വലം ചെയ്യവേ അയാളുടെ ഹൃദയമിടിപ്പേറുന്നത് ദയ തൻ്റെ ഉള്ളം കാലിലൂടെ അറിയുകയുണ്ടായി. അവൾ ഒരു ഉന്മാദിയെപ്പോലെ മന്ദഹസിച്ചു. ഒരിക്കൽ കൂടി തൻ്റെ കാൽവിരലുകൾ അയാളുടെ നെഞ്ചിലമർത്തി. അച്ഛാ, വാതിൽ തുറക്ക്. പുറത്തുനിന്നും സിദ്ധാർത്ഥ വാതിലിൽ ആഞ്ഞു കൊട്ടി. രവീന്ദ്രൻ അല്പം ആശ്വാസം തോന്നി. മോനെ, അച്ഛനെ രക്ഷിക്ക്. അയാൾ ഉറക്ക കരഞ്ഞു. പക്ഷേ പറഞ്ഞവസാനിപ്പിച്ചതും ദയയുടെ കയ്യിലെ കത്തി ഉയർന്നു താഴ്ന്നിരുന്നു. അത് രവീന്ദ്രൻ്റെ വലതു നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി. അയാളുടെ കണ്ണുകൾ തുറിച്ചു. വായ മലർക്കെ തുറന്നു. അയാളുടെ നെഞ്ചിൽ നിന്നും ചിറ്റിയ ചുടുചോര ദയയുടെ മുഖമാകെ പരന്നു.
നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലടാ. ദയ ആർത്ത് ചിരിച്ചുകൊണ്ട് അയാളിലേക്ക് വീണ്ടും കത്തി കുത്തിയാഴ്ത്തി. ഒട്ടും മറയ്ക്കാതെ, കൈകൾ വിറ കൊള്ളാതെ.